മുബാറക് ബിൻ ഉമർ, അബ്ദുള്ള സുല്ലമി, അബ്ദുൽ ലത്തീഫ് മാറഞ്ചേരി, അബ്ദുറൌഫ് നദവി, വി എൻ അബ്ദുൽ ഹമീദ് സുല്ലമി, ഷമീർ മദീനി, അബ്ദുറഹ്മാൻ അൻസാരി, നബീൽ രണ്ടത്താണി, ബാദഷ ബാഖവി, ഫദ്ലുല്ല കുമരി, ഖാദർബായി കൊണ്ടോട്ടി, ഷിഹാബ് അടക്കര, ബഷീർ സലഫി പൂളപ്പൊയിൽ, ഷാഫി സലായി ചെങ്ങലീരി, ഷെരീഫ് കരുവാരകുണ്ട്, സാജി തിരൂരങ്ങാടി, ഹാരിസ് കായക്കൊടി, നൗഫൽ സലാഹി മദീന യൂണിവേഴ്സിറ്റി, അബ്ദുൽ നാസർ മദനി ചാവക്കാട്, ഷമീർ ഫാറൂഖി കുറ്റിപ്പുറം, അഷ്കർ സലഫി തച്ചമ്പാറ, ഷുറൈ സലഫി തിരുവങ്ങാടി, അഷ്കർ സലാഹി ആമയൂർ, ഷുഐബ് സലാഹി കാരപ്പുറം മദീന യൂണിവേഴ്സിറ്റി, സമീൽ അസ്ലം സലാഹി പറപ്പൂർ മദീന യൂണിവേഴ്സിറ്റി, മുഹമ്മദ് അലി തച്ചമ്പാറ, യൂസുഫ് സലഫി മണ്ണാർക്കാട്, അബ്ദുല്ലാ ബിൻ അലബി കുന്നുമറ മദീന യൂണിവേഴ്സിറ്റി, ഷാഫി സലാഹി വയനാട് മദീന യൂണിവേഴ്സിറ്റി, അബ്ദുല്ലാ ഷമീർ സലാഹി മദീന യൂണിവേഴ്സിറ്റി, എൻ വി സുഹൈൽ മുഹമ്മദ് സാലി മദീന യൂണിവേഴ്സിറ്റി, എൻ വി ബിസ്ർ മുഹമ്മദ് സാലി മദീന യൂണിവേഴ്സിറ്റി, മുനീർ ഗൂഡല്ലൂർ, സായിദ് ബിൻ സിലം മടത്തനാട്ടില, സവാദ് സലഫി വല്ലപ്പുഴ. 38 വിഡ്ഢികൾ. ആരാ പറഞ്ഞത്? ഹംസ ബാഖവി. ആരാ ഇയാൾക്കൊക്കെ ധൈര്യം കൊടുക്കണത്? ഏയ്, എന്താണ് ഇതിനുള്ള പ്രേരണ? 38 വിഡ്ഢികൾ എന്നാ പറഞ്ഞത്. എന്തിന്റെ ഒപ്പ് എഴുതിയിട്ടുള്ളൂ. പ്രിന്റ് ചെയ്യുമ്പോ അങ്ങനെ തന്നെ ഉണ്ടാകുക. ഇത് ആധാരമൊന്നും അല്ലല്ലോ. എന്നാ തിരക്കടില്ല, ഭാഗം വെക്കണ ആധാരമാണെങ്കിൽ. ജമിയത്തുലമ തെരഞ്ഞെടുപ്പ് പ്രിന്റ് ചെയ്ത് വന്നില്ലേ? 18 തീരുമാനങ്ങൾ. AP അബ്ദുൽ ഖാദർ മൗലവി ഒപ്പിട്ടീനോ? ഉണ്ടായിനോ? എം മുഹമ്മദ് മദനി എന്താ ഇത്? ജമിയത്തുലമ ഈ പറഞ്ഞ ആളുകൾ ജീവിച്ചിരിക്കാത്തവരോ ഇത് നിഷേധിക്കുന്നവരോ അല്ല. പിന്നെ ചിലരൊക്കെ ഞാൻ വിളിച്ചു ചോദിച്ചു. എന്താ വിളിച്ചു ചോദിച്ചേ? ഞാനാണ് സംഘടനയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് പറഞ്ഞ് ഇപ്പൊ ഒരു കടലാസ് ഇങ്ങനെ പ്രചരിക്കണ്ട, അതിൽ നിങ്ങൾ ഒപ്പിട്ടിണോ? അതിൽ ഞാൻ ഒപ്പിട്ടിട്ടില്ല. ചോദ്യത്തിന്റെ കോലാണ്. ഞാനാണ് സംഘടനയിലെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്നും പറഞ്ഞിട്ട് ഒരു കടലാസ് ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്, അതിൽ കുറെ ആൾ ഒപ്പിട്ട്. നിങ്ങൾ ഒപ്പിട്ടണോ? അല്ല, അതിൽ ഞാൻ ഒപ്പിട്ടിട്ടില്ല. പിന്നെ ഒപ്പ് ചോദിച്ചു കൊടുക്കാൻ നേരത്തുള്ള ഞാൻ ഒപ്പ് എഴുതി കൊടുക്കൽ തന്നെയാണ്. എന്തിനത് കൊടുത്തത്? ഇത് ചർച്ച ചെയ്യാനല്ലേ. ഇതുവരെ പറഞ്ഞെന്താണ്? ആരും എഴുതി തന്നിട്ടില്ല. സുഹൃത്തുക്കളെ, ഇത് ഇറക്കണതിന് മുമ്പ് PN അബ്ദുൽ ലത്തീഫ് മദനി അതിന്റെ കോപ്പിയിൽ തന്നെ തിരുത്തി കൊടുത്തിരുന്നു. അതുപോലെ പകുതി പോലും സ്വീകരിച്ചില്ല. പിന്നെ കുവൈത്തിലുള്ള ദാഴിമാര് അവരെഴുതി കൊടുത്തിരുന്നു. ഇതെല്ലാം മറച്ചു വെച്ചിട്ട് അവൻ ആരും കൊടുത്തിട്ടില്ല. ഇപ്പൊ ഇവര് 38 പേര് കൊടുത്തപ്പോ എന്തായി? ഇതാ കൊടുക്കാത്തത്. ഇപ്പൊ എന്താ കൊടുക്കാത്ത മനസ്സിലായില്ലേ? ഇപ്പൊ കൊടുത്തു നോക്കുമ്പോ എന്തായി? ആരെങ്കിലും തരണ്ടേ? തന്നു നോക്കുമ്പോ 38 വിധികൾ. എന്നിട്ട് ചർച്ച ചെയ്യുന്നതിന് പകരം ഇത് അനീഫാക്കും അനസിനും കൊടുത്തിക്ക. എന്നിട്ട് അവര് റോട്ടിൽ അതിനെ പരിഹസിക്കുക. പാടുണ്ടോ? ജമിയത്തുലമന്റെ മര്യാദക്ക് നിരക്കുന്ന വേർപാടാണോ ഇത്? ഒരിക്കലും സുഹൃത്തുക്കളെ, ഇത് ജമിയത്തുലമ പറയുന്നതല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ നല്ലവണ്ണം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. ഇത് കൊടുത്തതിന്റെ പേരിൽ ഷാഫി സലാഹിനെ വിളിച്ച് ഭേദ്യം ചെയ്തു, പല്ലടിച്ചു വയ്ക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമ്മളെ സംഘടനയിലുള്ള പണ്ടത്തെ പരിപാടികളാണ്. ഇപ്പൊ പുതിയത് തുടങ്ങിയതൊക്കെ ഒരാളൊരു പരാതി കൊടുത്താൽ അത് ചർച്ച ചെയ്താൽ പോരെ? 38 ആൾ ഒപ്പിട്ട് കൊടുത്ത പരാതിയിലുള്ള കാര്യം അവരെ വിളിച്ച് ബോധ്യപ്പെടുത്തുക, ചർച്ച ചെയ്യട്ടെ. സുതാര്യമായൊരു ചർച്ച ഇതുവരെ നടന്നിട്ടുള്ള സുഹൃത്തുക്കളെ. എന്താ ഞങ്ങൾ 2 കൂട്ടരെയും പ്രബന്ധം എല്ലാവർക്കും കൊടുക്കുകയും എന്നിട്ട് ആ പ്രബന്ധം എല്ലാവരും പഠിച്ചു വരട്ടെ. ചർച്ച എന്ന് പറഞ്ഞ് ഒരിക്കൽ വിളിച്ചു CD ടവറിൽ ദൗറ വെക്കലുണ്ടോ? ഇല്ല, കാരണം ഒറ്റ കിതാബുകളല്ല. കിതാബുള്ള പുളിക്കൽ മദീനത്തിലുള്ള ലൈബ്രറിയിലാക്കി ദൗറ വെക്കല്. എന്നിട്ട് ദൗറയാണ് കാണുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് വിഷയം? ജിന്ന്. മദനി അങ്ങനെ പറഞ്ഞ ജിന്ന്. അപ്പൊ മദനി ജിന്ന്. അപ്പൊ ഒരിക്കൽ ഈ ഹംസ ബാഖവി എന്നെ ചോദിച്ചു, എന്താ മദനി നിങ്ങൾ ജിന്ന്? ജിന്നിന്റെ തസറുഫാത്താ അല്ലോ ജിന്നിന്റെ വുജൂദാ? ആ ജിന്ന് ഉണ്ടോന്നാണോ? ജിന്നിന്റെ കഴിവുകളെ എന്താ നിങ്ങൾ ഉദ്ദേശിക്കണേ? ആ ജിന്ന്. രാവിലെ ചെന്ന് നോക്കുമ്പോ എന്താ അറിയോ? അവർ രാവിലെ ചെന്നൊരു പറപ്പൂരിനോട് ചോദിച്ചു, എന്താണ്? അത് സാധാരണ നമ്മൾ ദൗറ. കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ മദനിനോട് വന്നിട്ട് ചോദിച്ചു, അല്ല ഈ ഒന്ന് അനീഫ വിഷയം അവതരിപ്പിച്ചോട്ടല്ലേ? ആയിക്കോട്ടെ, ദൗറയിൽ ഇപ്പോൾ ആര് വിഷയം അവതരിപ്പിച്ചാന്നാ. പിന്നെ എണീറ്റ് നിന്നിട്ട് പ്രസിഡന്റ് പറയാണ്, ആദ്യം 30 മിനിറ്റ് അനീഫ അവതരിപ്പിക്കും, പിന്നെ 30 മിനിറ്റ് സക്കരിയ, പിന്നെ 20 മിനിറ്റ് അനീഫ, പിന്നെ 20. അപ്പൊ വാദപ്രതിവാദമാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ അറിഞ്ഞിട്ടല്ല. വാദപ്രതിവാദം നടത്തുമ്പോൾ ഒരു കക്ഷി ഞാനാണെങ്കിൽ ഞാനും കൂടിയല്ലേ വ്യവസ്ഥ ഉണ്ടാക്കേണ്ടത്, വിഷയം തീരുമാനിക്കേണ്ടത്, സമയം നിശ്ചയിക്കേണ്ടത്. ഏകപക്ഷീയമായി അവർ തീരുമാനിച്ചിട്ട് ദൗറാന്നും പറഞ്ഞ് എന്നെ വിളിച്ചിട്ട് അപ്പൊ അനീഫോട് വന്നു, പുസ്തകമൊക്കെ അടയാളം വെച്ച് എല്ലാ കെട്ടും പാണ്ടൊക്കെ ആയിട്ട് വന്ന് 10 പേക്കെടുത്ത് വായിച്ചു ഷാറായിട്ട്. എൻ്റെ ഒക്കെ ഒന്നുമില്ലല്ലോ, ഞാൻ ജിന്നല്ലേ, ജിന്നിനിപ്പോ എന്താ പത്രേ? നോക്കണം നിങ്ങള്. ചതി. ഞാൻ പറഞ്ഞു, ഇത് ചതിയാണ് നിങ്ങൾ ചെയ്തത്, ഇത് ചതിയാണ്. ഇതാണ് ചർച്ച.
എന്നിട്ട് അവസാനം ഒരു കമന്റും സക്കരിയാന്റെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചു, ഒന്നും ഇല്ലാന്ന് മനസ്സിലായി ചതിച്ചിട്ടേ. ഇത് റുഖിയ ശർഇയ്യാണ് വിഷയം, സംവാദമാണ് എന്ന് മാസങ്ങൾക്ക് മുമ്പ്, 1.5 മാസം മുമ്പ് അയാളോട് പറയാം, എന്നോട് പറയാതെ എന്നോട് ജിന്നി ജിന്നി എന്ന് മാത്രം പറയാം. കണ്ടോ എന്തിനാണ് ഈ ചർച്ച അബ്ദുറഹ്മാൻ സലഫി പേടിക്കുന്നത്? ഞാനെന്താ ചോദിക്കുന്നത്? ഒരിക്കൽ ചർച്ച നടന്ന ഞാൻ പറഞ്ഞില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും അവസാനം പന്നൂരോടെ വിട്ട് നിർത്തി. രണ്ടാമത് നടന്ന ചർച്ചന്റെ കോലാപ്പത്തി. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു, കൂട്ടരെ ഞാനും ഹനീഫയും സംവാദം നടത്തിയിട്ട് ഞങ്ങളെ വാഗ്വൈഭവം കേട്ടിട്ട് തീരുമാനിക്കേണ്ട വിഷയമാണോ ഇത്? അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളാണോ എൻ്റെ മുമ്പിലിരിക്കുന്ന ജമിയത്തിലെ മെമ്പർമാര്? നിങ്ങൾ എല്ലാവർക്കും കൊടുക്കുകയും ഞങ്ങളുടെ ഈ പ്രബന്ധങ്ങൾ, എന്നിട്ട് പഠിച്ചു വരാൻ പറയും, ദിവസം നിശ്ചയിക്കും ഇപ്പൊ തന്നെ, എന്നിട്ട് എല്ലാവരും പഠിക്കട്ടെ, ഞാനും ഹനീഫി അനസും പഠിച്ചാൽ പോരാ. അതല്ലേ മാന്യത? അബ്ദുല്ല കുസ്വല്ലി പറഞ്ഞ പലവട്ടം പറഞ്ഞാണ്, നിങ്ങൾ എന്നാ പ്രബന്ധം ഞങ്ങൾക്ക് തരീൻ. ഈ പ്രബന്ധം ആരും കണ്ടിട്ടില്ല കൂട്ടരെ, ജൂറി മാത്രമാണ് കണ്ടിട്ടുള്ളത്. AP-യും TP-യും അതുപോലെ മദനിയും ഉമരിയും പിന്നെ ഐദീദങ്ങളും, ഈ 5 ആളല്ലാതെ ഞങ്ങളെ പ്രബന്ധം കണ്ടിട്ടില്ല. എക്സിക്യൂട്ടീവിലുള്ളവർ കണ്ടിട്ടില്ല. ഞാൻ പറയുന്നത് എല്ലാ ജമിയത്തും എൻ്റെ മെമ്പർമാർക്കും കൊടുക്കട്ടെ, എന്നിട്ട് പാർട്ടായിട്ട് വിഷയം വെച്ച് ചർച്ച ചെയ്യട്ടെ, സുതാര്യമായ ചർച്ച നടക്കട്ടെ. അതല്ലേ ഇവിടെ വേണ്ടത്. അതിന് പകരം 23 അവസരം നൽകി, 23 വട്ടം ജിന്ന് ചർച്ചയാണ് ആളുകളെ വിചാരം. യോഗത്തിൽ ആരെങ്കിലും ഒരു ജിന്ന് ഉണ്ടാവും. അപ്പോൾ യോഗത്തിൽ ജിന്നിനെ പറ്റി ഇപ്പം ചോദിച്ചു, അപ്പോൾ ഒരു ചർച്ച കഴിഞ്ഞു. ഞങ്ങളവിടെ ജിന്ന് നോട്ടീസ് കണ്ടിരുന്നു. ഇതിനെന്താ അപ്പോൾ എന്നിട്ട് എന്തായാലുള്ളത്? അവർ 2 വർത്താനം പറഞ്ഞ് അജണ്ടൻ്റെ ഇടയിൽ. അപ്പം 3-ാമത്തെ യോഗത്തിൽ ജിന്ന് ചർച്ച വന്നു. ഇതൊക്കെ ആരെയാണ് ഞങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത്? എത്ര കാലം ഈ തെറ്റിദ്ധരിപ്പിക്കൽ നടക്കുന്നു? അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതെല്ലാം വളരെ വ്യാപകമായ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഇവിടെ പല കാര്യങ്ങളും ചില ആളുകൾ എഴുതി തന്നിട്ടുണ്ട്, അതുകൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ അവളെ അബ്ദു മൗലവി പ്രസംഗിച്ചപ്പോൾ KM മൗലവി വെള്ളം മന്ത്രിച്ചു കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തോട് ഉമരി പറഞ്ഞാണെന്നാണ്. അതായത് KM മൗലവിൻ്റെ മകനായി ഇന്നത്തെ ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റാണത്രേ പാപ്പ വെള്ളം മന്ത്രിച്ചു കൊടുത്ത അദ്ദേഹത്തോട് പറഞ്ഞത്. എന്തായാലും ശരി, KM മൗലവി ചെയ്തതല്ലല്ലോ നമുക്ക് ദീനിൽ തെളിവ്. അദ്ദേഹം തെളിവ് പറഞ്ഞിട്ടുമില്ല. സലഫ് സാലിഹുകൾ ചില ആളുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നല്ലാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത് തെളിഞ്ഞിട്ടില്ല. പക്ഷേ അതൊരു ബിദ്അത്തോ ഖുറാഫാത്തോ ആയി പറയാതിരിക്കാൻ KM മൗലവിക്കുള്ള പ്രേരണ സലഫുകളായ ചില ആളുകൾ അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഉസൈമീനും അതുപോലെ മറ്റു പലരെയും അദ്ദേഹം പറഞ്ഞല്ലോ, പല ആളുകൾ സലഫി പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുള്ളൊരു കാര്യമാണ്. നമ്മൾ സലഫികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ സലഫികൾ, റസൂലിൽ നിന്ന് അത് കിട്ടാത്തിടത്തോളം കാലം അത് വേണ്ടതില്ല, അത് ആ ബാബ് തുറക്കേണ്ടതില്ല എന്ന അഭിപ്രായക്കാരാണ് നമ്മുടെ പണ്ഡിതന്മാർ. അതുകൊണ്ട് KM മൗലവി അങ്ങനെ ചെയ്തിരുന്നു എന്നെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത് തെളിയാത്തത് കൊണ്ട് അത് ചെയ്യാതിരിക്കലാണ് സുരക്ഷിതമായ നിലപാട് എന്നാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. പിന്നെ ഒരാൾ ചോദിക്കുന്നത്, അഭൗതികമായ ജിന്നിനോടുള്ള സഹായ തേട്ടം ശിർക്കല്ല, ഹറാമാണ്. എന്നാൽ ഹറാമാണ് എന്നതിന് ഖുർആനിലോ സുന്നത്തിലോ തെളിവുണ്ടോ? വസീലയിലെ ശിർക്കാണ്, ഞാൻ വിശദീകരിച്ചല്ലോ. കാഫിറാണോ മുസ്ലിമാണോ എന്ന് മനസ്സിലാവില്ല, അപ്പോൾ നമ്മൾ ശിർക്കിലേക്ക് കൊണ്ടുപോകും. ശിർക്കിലേക്കുള്ള വസീല ഹറാമാണ്, അതിനെ തെളിവ്. ഹദീസ് സഹിയാണെന്ന് വിചാരിച്ച ഇമാമിങ്ങൾക്ക് അത് ശിർക്കാണെന്ന് മനസ്സിലായില്ല എങ്കിൽ അത് ഹറാമാണെന്ന് മനസ്സിലായില്ലേ? ഇല്ല. നബി അങ്ങനെ പറഞ്ഞപ്പോൾ ഇതിൽ ഹറാമുണ്ടാവുമോ? നബി പറഞ്ഞു എന്നല്ലേ സഹിയാണെങ്കിൽ പോലും മനസ്സിലാക്കുക. ഒച്ച കേൾക്കുന്ന ഈ പരിധിയിലുണ്ട്. യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളെ, ജിന്ന് പിശാചും റുഖിയൊന്നും അബ്ദുറഹ്മാൻ സലഫിക്ക് കൂട്ടർക്കും ദഹിച്ചിട്ടില്ല. അത് ജനങ്ങളോട് പറയാൻ പറ്റില്ല, കാരണം ഇതിന് ഹദീസ് തെളിവുള്ളതാ. അപ്പൊ അതിന് കണ്ടുപിടിച്ചൊരു മുറിവൈദ്യാണ് എന്ത്, ജിന്നിനോട് സഹായം ചോദിക്കുന്നു എന്നിട്ട്. അപ്പൊ മുജാഹിദീങ്ങൾ വേഗം ഇളകുമല്ലോ, തൗഹീദാണല്ലോ. അതാ പോലെ നടക്കണേ. വാസ്തവത്തിൽ ഇയാൾക്ക് ഇതിലൊന്നും വിശ്വാസമല്ല എന്ന് തോന്നും. ഇയാള് ഉസൈൻ മടവൂരിനെതിരിൽ അവിടെ കൊണ്ടുപോയി പരാതി കൊടുത്തു. അറേബ്യയിലൊക്കെ ഇയാൾ പേച്ച ആളാണ്, ഇയാൾക്ക് അഖീദയിൽ പേവുണ്ട്, മൻഹജ് പേവുണ്ട് എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുത്തു. അതിലെന്തൊക്കെയാണ്? ഇതാ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ചാർജ് ഷീറ്റാണ്. വയുൻകിറു ഹഖീഖത സിഹ്രി, സിഹ്റിന്റെ ഹഖീഖത്തിനെ ഹുസൈൻ നിഷേധിക്കുന്നു. വയസ്ഖറു മിനൽ ഉലമാഇ അല്ലദീന ഖുലു ബിഹഖീഖതി വതഅ്തീരിഹി, സിഹ്റിന് ഹഖീഖത്തിനെന്ന് സ്വാധീനമുണ്ടെന്ന് പറയുന്ന പണ്ഡിതന്മാരെ ഹുസൈൻ പരിഹസിക്കുന്നു, ഹുസൈൻ മടവൂർ പരിഹസിക്കുന്നു. ഇപ്പൊ അങ്ങനത്തെ എത്ര ആളെ കൂട്ടിയിട്ടാ സലഫി നടക്കണത്? നിങ്ങൾ ആലോചിച്ച് നോക്കിങ്ങൾ. അങ്ങനത്തെ എത്ര ആളെ കൂട്ടിയിട്ടാ ഇപ്പൊ സംഘടന പിടിച്ചെടുത്തത്? എത്ര ആളെ കൂട്ടിയിട്ടാ ഇപ്പോ സംഘടന ഹൈജാക്ക് ചെയ്തത്? അപ്പൊ ആത്മാർത്ഥത വേണ്ടേ? അവിടെ പരാതി കൊടുക്കുമ്പോൾ ഹുസൈൻ മടവൂരിനെതിൽ പരാതി കൊടുക്കുക, അയാൾ സിഹ്റിനെ നിഷേധിക്കുന്ന ആൾ, ഇയാൾക്ക് പൈസ ഒന്നും കൊടുക്കരുത്. ഇവിടെ എന്നാലോ ആ ആളെ കൂട്ടി നടക്കുകയും ചെയ്യാം. ഇങ്ങനെയുണ്ട്. ഇനി കേട്ടോളി, അതുകൊണ്ടും തീർന്നില്ല. യുൻകിറു ദുഖൂലൽ ജിന്നി ഫിൽ ഇൻസി വയസ്ഖറു ഫീ ദാലിക മിനൽ വാലിദ് ശൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ്, ജിന്ന് മനുഷ്യരിൽ പ്രവേശിക്കുമെന്നതിനെ ഇദ്ദേഹം നിഷേധിക്കുന്നു.
മാത്രല്ല ഈ വിഷയത്തിൽ ഷെയ്ഖ് ഇബ്നു ബാസിനെ ഇവർ പരിഹസിക്കുന്നു. എന്നിട്ട് അതിന് തെളിവ് കൊടുത്തത് എന്താണെന്നറിയോ? അതിന് അനുബന്ധം കൊടുത്തത് ഷെയ്ഖ് ഇബ്നു ബാസ് ഒരു പെണ്ണിനെ ജിന്നിറക്കി. അപ്പൊ ആ പെണ്ണിന്റെ മേലെ കയറിക്കൂടിയ ഒരു ബുദ്ധജിന്നായിരുന്നു. ആ ബുദ്ധജിന്നിനോട് സംസാരിച്ചു. അങ്ങനെ ബുദ്ധജിന്ന് മുസ്ലിമായി ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അപ്പൊ എത്ര തെറ്റ് ചെയ്തു ഇബ്നു ബാസ്? ജമിയത്തുൽ ഉലമയുടെ കണക്കനുസരിച്ച് ജിന്നിനോട് സംസാരിക്കാൻ പാടില്ല, ഒരു തെറ്റ്. ജിന്നിനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു, ഒരു രണ്ടാമത്തെ തെറ്റ്. പിന്നെ ജിന്ന് മാത്രമുള്ള റുക്കി ഇറക്കി, അത് ഭയങ്കര തെറ്റ്. ഇതൊക്കെ ഇബ്നു ബാസ് ചെയ്തു. എന്നിട്ട് കുറ്റാരിക്കാ ഞമ്മക്കല്ലേ? ഹുസൈൻ മടവൂർ. അപ്പൊ ഹുസൈൻ മടവൂരിന് പൈസ കൊടുക്കാൻ ഇതൊക്കെ പറയാ, അതേ ആളിവിടെ കൂട്ടി നടക്കാം. മാത്രല്ല വഫീ മസലത്തിൽ ജിന്നി ഐലൻ യസ്ഖർ മിന ശൈഖ് മുഹമ്മദ് ബിൻ സാലിഹ് ഉസൈമീൻ. സാലിഹ് ഉസൈമീനെ പരിഹസിക്കുന്നു ജിന്നിന്റെ വിഷയത്തിൽ. എന്താ സാലിഹ് ഉസൈമീന്റെ വിഷയം എന്നറിയോ? ജിന്നും മനുഷ്യനും തമ്മിൽ ലൈംഗിക ബന്ധം. അത്രേമാ സെൽഫി കൊടുത്താണ് സുബൈർ മങ്കടി, അത്രേമാ സെൽഫി കൂടി തയ്യാറായി കൊടുത്തതാ. ജിന്നു മനുഷ്യ സ്ത്രീകളെ പ്രേമിക്കുകയും അതുമൂലം അവരെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യാനിടയുണ്ട് എന്ന് വാദിക്കുന്നു ഗൾഫ് സലഫികൾ. മനുഷ്യരും ജിന്നുകളും തമ്മിൽ ലൈംഗിക വെച്ചുണ്ടാകാമെന്നും പറയുന്നു. ഇത് MIന്റെ പുസ്തകത്തിൽ എടുത്തു കൊടുത്തിരിക്കുകയാണ്. ഒരു ചോദ്യവും അതിനുള്ള ഉത്തരവും നോക്കുക. ഒരു ജിന്നിന് മനുഷ്യ സ്ത്രീയെ കീഴ്പ്പെടുത്തി അവരുമായി ബന്ധപ്പെടാൻ കഴിയുമോ? ഒരു പുരുഷന് പെൺജിന്നുമായി സമ്പർക്കത്തിലേർപ്പെടാൻ കഴിയുമോ? ഉത്തരം അപ്രകാരം സാധിക്കുമെന്ന് പണ്ഡിതർ പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഉസൈമീൻ മുഖാമുഖം 5. അപ്പൊ ജിന്ന് മനുഷ്യ സ്ത്രീകളുമായി വേഴ്ചയിൽ ഏർപ്പെടുമെന്ന് ഉസൈമീൻ പറയുന്നുണ്ട്. അതിനാര് നിഷേധിക്കുന്നു? ഹുസൈൻ മടവൂര് നിഷേധിക്കുന്നു. അപ്പൊ ഇയാളെ അംഗീകരിക്കുന്ന ആളാണ്. ഇനി കേട്ടോളി, നല്ല ജിന്നുകളോട് സഹായം തേടാമോ? നല്ല ജിന്നുകളോട് അവർക്ക് സാധിക്കുന്ന കാര്യങ്ങൾ സഹായം തേടുന്ന വിരോധമില്ലെന്നാണ് ഗൾഫ് സലഫി പണ്ഡിറ്റ് പ്രമുഖനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ ഫത്വ നൽകിയിട്ടുള്ളത്. അദ്ദേഹം തന്റെ മുഖാമുഖ വെച്ച ഒരു ചോദ്യം അല്ലെങ്കിൽ മറുപടി നോക്കാൻ. ചിലർ ജിന്നുകളോട് സഹായം തേടുന്നു. ആ ജിന്ന് ഉത്തമനാണെന്നും ഖുർആൻ മനപ്പാഠമാക്കിയാണെന്നും അയാൾ പറയുന്നു. എങ്ങനെയാണ് നാം നല്ല ജിന്നുകളെ തിരിച്ചറിയുക? ഉത്തരം, ഒരു മനുഷ്യനെ അയാളുടെ വാഹനത്തിന്റെ കാര്യത്തിൽ നീ സഹായിക്കുക, അയാളുടെ ഭാരം ചുമന്നു കൊടുക്കുന്നതും ഇറക്കിക്കുന്നതും ധർമ്മമാണ് എന്ന് നബി അരുളിയിട്ടുണ്ട്. അഥവാ ഒരു സൃഷ്ടിയോട് അവന് ചെയ്യാൻ കഴിയുന്ന കാര്യത്തിൽ സഹായം തേടാം, അതിൽ യാതൊരു കുറ്റവുമില്ല. ഇത് കൊടുക്കുകയാണ്, ഇത് പരിഹസിക്കുകയാണ് ആര് ചെയ്യുന്നത്? ജിന്നിനോട് സഹായം തേടാം, ഭൗതികമെന്നോ അഭൗതികമെന്നോ അല്ല. അങ്ങനെ അഭിപ്രായം ഉണ്ട് ആർക്ക്? ഇവിടെ ഒന്നും വ്യക്താക്കിയിട്ടില്ല. ഉസൈമീൻ അങ്ങനെ അഭിപ്രായം ഉണ്ട്, അതിനെ ഹുസൈൻ മടവൂർ നിഷേധിക്കുന്നു. ആത്മാർത്ഥതയുടെ തരിമ്പുണ്ടോ? ഉണ്ടോ? അപ്പൊ ഇതൊക്കെ ഹുസൈൻ മടവൂരല്ല നിഷേധിക്കുന്നത്, ഇപ്പൊ നിങ്ങളെ കൂട്ടല്ല നിഷേധിക്കുന്നത്. അതുകൊണ്ടാണ് അനസ് മൗലിക്ക് മറുപടി പറയാൻ കഴിയാതിരുന്നത്. കണ്ണേറിനെ പറ്റി ചോദ്യം വന്നപ്പോൾ മറുപടി പറയാൻ കഴിയുന്നില്ല. മുമ്പിലുള്ള അകലാനികളെ അദ്ദേഹത്തിന് തീരും പ്രോത്സാഹിപ്പിക്കേണ്ടി വരും, അവരെ തെറ്റിക്കാൻ പറ്റൂല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സലഫി സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് പറയാൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരിക്കലും പിളർന്നു പോകാൻ കാത്തിരിക്കുന്നവരല്ല. പിളർക്കാൻ വേണ്ടി സംഘടനയുണ്ടാക്കി NMK ഉണ്ടാക്കിയ പോലെ ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്തു വന്നവരല്ല നമ്മൾ. സംഘടനയിൽ അധികാര സ്ഥാനങ്ങൾക്ക് വേണ്ടിയല്ല നമ്മൾ ഇത്ര കാലം പ്രവർത്തിച്ചത്. നമ്മൾ ഇനിയും മുജാഹിദുകളായി തന്നെ തുടരും. മുജാഹിദ് പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ച തൗഹീദും സുന്നത്തുമായി ഇമാമുകളിൽ ശിർക്ക് ആരോപിക്കാതെ, പൂർവ്വകാല പണ്ഡിതന്മാരിൽ ശിർക്ക് ആരോപിക്കാതെ, നമ്മുടെ മുൻകാല പണ്ഡിതന്മാർ പ്രവർത്തിച്ചതുപോലെ നമ്മൾ പ്രവർത്തിക്കും. അതാണ് യഥാർത്ഥത്തിൽ നമുക്കിവിടെ പ്രഖ്യാപിക്കാനുള്ളത്. യഥാർത്ഥ സലഫി മാർഗം 2002 ശേഷം നാം പഠിച്ചു. ഖുർആനും സുന്നത്തും മനസ്സിലാക്കുന്നതിനും അതുപോലെ ഇസ്ലാമിക വിശ്വാസാചാരങ്ങൾ സ്വീകരിക്കുന്നതിനും ആദ്യകാല മുസ്ലിമീങ്ങൾ എങ്ങനെയാണോ ദീനെ മനസ്സിലാക്കിയത് അങ്ങനെ മനസ്സിലാക്കണം എന്ന് നാം പഠിച്ചു വെച്ചിട്ടുണ്ട്, മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതടിസ്ഥാനത്തിലാണ് നാം മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ വിഷയത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ദീന് പഠിക്കുക, നമ്മുടെ കുടുംബത്തെ പഠിപ്പിക്കുക. കലർപ്പില്ലാത്ത, കലവറയില്ലാത്ത വിജ്ഞാനം ലഭിക്കുന്ന നിരവധി സൗകര്യങ്ങൾ ഇന്നുണ്ട്. മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിനെ പറ്റി ഇവിടെ പറയണ്ടായി. മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിൽ നെറ്റുള്ള ആളുകൾക്ക് ധാരാളം ക്ലാസ്സുകൾ അതിൽ ലഭിക്കും. പിന്നെ അറബി അറിയുന്നവർക്കും ഇംഗ്ലീഷ് അറിയുന്നവർക്കും നല്ല നല്ല സലഫി സൈറ്റുകളുണ്ട്. അതൊന്നും ആർക്കും മൂടി വെക്കാനോ തടയാനോ കഴിയില്ല. കേരളത്തിൽ നിലവിലുള്ള ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക വിജ്ഞാന രംഗത്തുള്ള ഈ നവജാഗരണത്തെ ആർക്കും തടുത്തു നിർത്താൻ കഴിയില്ല. യുവാക്കളും അതുപോലെ വിദ്യാർത്ഥികളും മുതിർന്നവരുമൊക്കെ വിഷയങ്ങൾ പഠിക്കാൻ മുന്നോട്ട് വരുന്നുണ്ട്. അത് വളരെ ശുഭസൂചകമായ ഒരു സംഗതിയാണ്. അതുകൊണ്ട് വിഷയങ്ങൾ പഠിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ നമ്മൾ ആരും ജിന്നിനോട് സഹായം ചോദിക്കാം, ഭൗതികവും ചോദിക്കാൻ പാടില്ല, അഭൗതികവും ചോദിക്കാമെന്ന അഭിപ്രായക്കാരല്ല. പക്ഷേ കട്ടുമുറിച്ച ക്ലിപ്പുകളുമായി സാധാരണ മുജാഹിദ് പ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, മുജാഹിദ് പ്രസ്ഥാനം ഇതുവരെയും ശിർക്കിലായിരുന്നു,
2012 വരെയും ശിർക്കിലായിരുന്നു എന്ന അബദ്ധധാരണകൾ പ്രചരിപ്പിച്ചുകൊണ്ട് യഥാർത്ഥ റുഖിയ ശർഇയ്യ എന്നത് അത് വെറും പ്രാർത്ഥന മാത്രമാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരുപാട് ഹദീസ് നിഷേധികളെയും ചാഫ് ചേകനൂരികളെയും ഈ പ്രസ്ഥാനത്തിൽ കുടിയിരുത്തി അവരെയൊക്കെ പിന്തുണച്ചും സപ്പോർട്ട് ചെയ്തും മുന്നോട്ട് പോകാനാണ് ഈ സലഫി കോക്കസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും തന്നെ നമ്മളത് അനുവദിക്കുകയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കെ.എം. മൗലവിയെ പോലെയുള്ള അലി മൗലവിയെപ്പോലുള്ള മുഖ്ലിസീങ്ങൾ ഈ ആദർശത്തിന് വേണ്ടി പ്രവർത്തിച്ച് പടുത്തുയർത്തിയ ഈ പ്രസ്ഥാനം, ഈ ആദർശം അത് കെടാതെ കാത്തു സൂക്ഷിക്കണം. അത് നാൾക്കുനാൾ മറ്റുള്ളവർക്ക് കൂടുതൽ എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങളിൽ നാം ഏർപ്പെടണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം പരസ്പര സഹായത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ഈ ദഅവത്തുമായി മുന്നോട്ട് പോകണം. നിങ്ങളുടെ പ്രദേശങ്ങളിൽ എന്തു ദഅവത്ത് നടത്തണമെന്ന് നിങ്ങൾ ആലോചിക്കുക, അതിനുള്ള സംവിധാനം നിങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ നമുക്ക് ഈ ദഅവത്തുമായി മുന്നോട്ട് പോകണം. അതിനുള്ള ഒരു തുടക്കം മാത്രമാണിത്. ഇനിയും ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലുള്ള വിശദീകരണ യോഗങ്ങൾ നടത്തേണ്ടതുണ്ട്. പല വിഷയങ്ങളും പറയണമെന്ന് ഉദ്ദേശിച്ചിരുന്നെങ്കിലും സമയക്കുറവ് കാരണം പറയാൻ സാധിച്ചിട്ടില്ല. ഇനിയുള്ള വിശദീകരണ യോഗങ്ങളിൽ ഇൻഷാ അല്ലാഹ് അത് വ്യക്തമായി പറയുന്നതായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഈ ദീനിനു വേണ്ടിയുള്ള നമ്മുടെ പരിശ്രമങ്ങൾ അത് വിജയിക്കാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. സുഹൃത്തുക്കളെ, നമുക്ക് അല്ലാഹുമായി കൂടുതൽ അടുക്കേണ്ട ഒരു സന്ദർഭമാണിത്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണിത്. നമ്മുടെ വാക്കുകളും പെരുമാറ്റങ്ങളും നിലപാടുകളും എല്ലാം വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സമയമാണ്. പിശാച് നമ്മളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കും, നമ്മളെ ചിത്രിപ്പിക്കാൻ ശ്രമിക്കും, നമ്മെ ശത്രുക്കളാക്കാൻ ശ്രമിക്കും. ഒരിക്കലും തന്നെ ആ രീതിയിലേക്ക് നമ്മൾ പോകാതെ വളരെ ശ്രദ്ധിച്ചും ആലോചിച്ചും ദുആ ദിക്റുകൾ പതിവാക്കുക, ഖുർആൻ പഠിക്കുക, ഖുർആൻ ഓതുക. അങ്ങനെ എല്ലാ അർത്ഥത്തിലും സ്വയം രക്ഷക്കുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട്, ദീൻ കൃത്യമായി പഠിച്ചുകൊണ്ട്, ഗൗരവപൂർവ്വം പഠിച്ചുകൊണ്ട്, ഇബാദത്തുകളിലൊന്നും വീഴ്ച വരുത്താതെ വ്യക്തി വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകണം. അതിനായി നാം പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. എൻ്റെ വാക്കിലോ എൻ്റെ പ്രയോഗങ്ങളിലോ ആർക്കെങ്കിലും വല്ല വിഷമവും തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് ക്ഷമ ചോദിക്കുകയാണ്. ആരെയും വേദനിപ്പിക്കണമെന്ന് നമുക്ക് ആഗ്രഹമില്ല. അനസ് മൗലവിയോ ഹനീഫ് കായക്കൊടിയോ എന്തിനധികം അബ്ദുറഹ്മാൻ സലഫി പോലും നമ്മുടെ ശത്രുവല്ല. അവർ താൽക്കാലികമായ ചില വ്യാഖ്യാനങ്ങളുമായി സംഘടനയിൽ പ്രശ്നമുണ്ടാക്കിയപ്പോൾ അത് നമ്മൾ തുറന്നു പറയുന്നു എന്ന് മാത്രം. അത് പറയാതിരിക്കാൻ കഴിയില്ല. അവരോട് നമുക്കൊരു വ്യക്തിവിദ്വേഷവുമില്ല. അവരെ പുതിയ തൗഹീദ് കൈയൊഴിച്ച് യഥാർത്ഥ സലഫി പ്രസ്ഥാനത്തിന്റെ തൗഹീദിലേക്ക് തിരിച്ചു വരണമെന്നാണ് നമുക്ക് അവരോട് പറയാനുള്ളത്. വാദപ്രതിവാദങ്ങളിലും ഖണ്ഡന പ്രസംഗങ്ങളിലുമൊക്കെ പഴയകാല മുജാഹിദ് നേതൃത്വം പറഞ്ഞിരുന്നത് തെറ്റായിരുന്നു. അവർക്കൊന്നും തൗഹീദ് തിരിഞ്ഞിട്ടില്ല, ലോകത്തുള്ള സലഫികൾക്കൊന്നും തൗഹീദ് തിരിഞ്ഞിട്ടില്ല എന്ന അപകടകരമായ വാദം പിൻവലിച്ചുകൊണ്ട് യഥാർത്ഥ തൗഹീദ്, ലോകത്തുടനീളമുള്ള സലഫികൾ ഉയർത്തിപ്പിടിക്കുന്ന തൗഹീദ്, ആ തൗഹീദുമായി നാം മുന്നോട്ട് പോകേണ്ടതുണ്ട്. ശിർക്ക് ബിദ്അത്തുകൾ ശക്തിപ്പെടുന്ന ഈ കാലത്ത് അതിനെതിരുള്ള പോരാട്ടം അത് നാം ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. സുഹൃത്തുക്കളെ, വളരെയേറെ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ നേതാക്കളുണ്ട്. അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എ.പി. അബ്ദുൽ ഖാദർ മൗലവി, അദ്ദേഹത്തിന് പ്രായമായി വളരെ വിഷമത്തിലാണ്. അബ്ദുൽ ഹക്ക് സുല്ലമി ആമയൂർ, അദ്ദേഹം വളരെ രോഗങ്ങൾ ബാധിച്ച് വളരെ വിഷമത്തിലാണ്. അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യുകയും വളരെ ശ്രദ്ധിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കാൻ ശ്രമിക്കുകയും വേണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على رسولنا المصطفى محمد وعلى آله وصحابته أجمعين. وآخر دعوانا أن الحمد لله رب العالمين.